ഹലോ ഗോയ്സ്, ഈ നമ്മളെ വാണിയംകുളം ചന്ത കേട്ടോ. വാണിയംകുളം, സോറി, വാണിയംകുളം അല്ല, പെരുമ്പിലാവ്. പെരുമ്പിലാവ് ചന്തയിലാണ് ഏറ്റവും മേലെ തട്ടുന്നുള്ള വ്യൂ ആയിട്ടത് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് അത്യാവശ്യം വലിയ പോത്തുകളാണുള്ളത്. വലിയ പോത്തുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഏകദേശം ഒരു എന്താ പറയുക, 80,000 മുതൽക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ 1.5 ലക്ഷം വരെ ചോദിക്കുന്ന പോത്തുകളുണ്ട് ഇവിടെ. പലതും പല ഐറ്റംസ് കേട്ടോ. ഈ ഭാഗത്ത് തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പോത്തുകളാണ്. ഏറ്റവും മേലത്തട്ടിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാക്ക. ആ ഒരു പോത്തിനെ കുറച്ച് നേരം ഇരിക്കുന്ന കച്ചവടം പറഞ്ഞുകൊണ്ട് നിൽക്കൽ തുടങ്ങിയിട്ട് തീരുമാനമായിട്ടില്ല. അതേപോലെ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ നല്ല വലിപ്പമുള്ള പോത്ത. മൊത്തത്തിലുള്ള വ്യൂ കണ്ടോളി, മേലെ തട്ടുന്ന കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളെ സലീമാക്കാന്റെ കന്നുകൾ ഇല്ല, പടുപോത്തുകളുണ്ട്. വലിയ പൂത്തുകൾ ഇല്ല കേട്ടോ. ഇന്ന് മുറപ്പൂത്തുകൾ എത്തിയിട്ടില്ല. ലോഡ് കയറ്റിക്കൊണ്ടിരിക്കണുള്ളൂ, വന്നിട്ടില്ല. അടുത്ത ചന്തയിൽ ഉണ്ടാവുന്നാണ് പറഞ്ഞത്, ലോഡ് എത്തുകയാണെങ്കിൽ. അപ്പോൾ നമ്മളെ പ്രവേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. പ്രവേട്ടൻ 2 പടുകൂറ്റം പൂത്തുകളായിട്ട് നിൽക്കുന്നുണ്ട്. പ്രവേട്ടന്റെ എടുത്തുകൊണ്ട് എത്തണമെങ്കിൽ കുറച്ച് താഴത്തുകൊണ്ട് ഇറങ്ങാണ്ട് എത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ഒരു പോത്തിന് കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ടയറ് കൊടുക്കാനുണ്ട്. 85 ഉറുപ്പ്യ വില പറഞ്ഞത്. 85,000 കേട്ടോ. അതല്ലാന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അവര്. അതുപോലെ ഇവിടെ 2 രസമുള്ള പോത്തുകളുണ്ട്. ഇവിടെ കച്ചവടം ആയിട്ടില്ല, അതിങ്ങനെ പിടിയും വലിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ മേലെ തട്ടിലാണുള്ളത്, എടുത്തല്ല. കൊടുക്കല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബെറിലൊക്കെ ചൂണ്ടുണ്ട്. പൈസന്റെ എല്ലാ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. വില കൊണ്ട് തീരുമാനമായിട്ടില്ല തോന്നുന്നു. എത്രത്തോളം എല്ലാരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. അത് കയറ് വിട്ടിക്കണം കേട്ടോ. അപ്പൊ ഏകദേശം കയറ് വിട്ടതുകൊണ്ട് കച്ചവടം അയക്കണമെന്നാണ് അതിന്റെ ഒരു തീരുമാനം. പിന്നെയും പിടിച്ചാൻ പോകുന്നുണ്ട്. പിന്നെയും കൊണ്ടോണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതാ കൊണ്ടോണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു ഉദ്ദേശിച്ച വില ആയിട്ടില്ല തോന്നുന്നു. കായ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കായിന്റെ തന്നെ ഇവിടെ വിഷയം, വില കൊണ്ട് തീരുമാനമായിട്ടില്ല. ഇറക്കണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും വിടുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു തരാന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമതും അപ്പൊ ഇങ്ങനെ തന്നെ പിടിച്ചു തന്നെ കേട്ടോ. അപ്പൊ ഇന്നിപ്പോ പ്രവേട്ടൻ കരുപ്പിലാണ് തോന്നുന്നു. പ്രവേട്ടൻ അവിടെ പോത്തുകളായിട്ട് മല്ലിടാണ്. പ്രവേട്ടന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. പ്രവേട്ടൻ ഇപ്പൊ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്.
വീണ്ടും കയറ് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം അത് ഏകദേശം ഒരു തീരുമാനമായി ആയ കോലത്തിലാണ് കണ്ടിട്ട്. ഇത് ഓല് തന്നെ കേട്ടോ, ഈ പോത്തും അവര് തന്നെയാണ്. കൊണ്ടോണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കയറ് വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കണ്. എത്രയാണ് അതിന്റെ നിജസ്ഥിതി കച്ചവടം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇവിടെ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കച്ചവടം ആവുന്ന കോലം കാണുന്നില്ല. യാവും അങ്ങോട്ട് വായാന്നൊക്കെ പറയുന്നുണ്ട്. കാക്ക കുടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരെ ഇരിക്കണ കച്ചവടം തുടങ്ങിയിട്ടാ. കച്ചവടം ഒന്ന് മുഴുവനാക്കാൻ പറ്റുമോ നോക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ അയിമ തന്നെ പിടിച്ച് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന പോത്താണ് കേട്ടോ. പച്ചക്കുപ്പായത്തിന് മുന്നിൽ നിൽക്കുന്ന പോത്ത്. ആ കയറ് കുടിച്ച പോത്തന്നെ ആവൂല എന്നിട്ട് ഇങ്ങനെ വലിച്ചതുകൊണ്ട് കേട്ടോ. കച്ചവടം അപ്പോ ഇതാണ് അവസ്ഥ. നമ്മളെ പെരുമ്പിലാവ് ചന്തന്റെ ഇന്നത്തെ മൊത്തത്തിലുള്ള ഇതും കണ്ടോളി, കാഴ്ചകളും കണ്ടോളി. ആ കൂട്ടത്തിൽ നമുക്ക് ഈ കച്ചവടം കാണാം. നടക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത ജാതി കച്ചവടം. കയറ് വിട്ടിക്കണ്. തീരുമാനമായിക്കണ്. ഇല്ലേ, തീരുമാനമായിട്ടില്ല കേട്ടോ. തീരുമാനമായിട്ടില്ല കേട്ടോ. അതില് ചൂടിലാണ്. അതില് ചൂടിലാണ്. വെയിലും ഏകദേശം ചൂടായിക്കണ്. അപ്പൊ അതുകൊണ്ട് ചൂടായി വരുന്നുള്ളൂ. കാരണം എത്ര മിനിറ്റോളം നമ്മളിപ്പോ ഈ കച്ചവടം നടത്തിയിട്ട് പിടിച്ചിട്ടുള്ളത്. അപ്പൊ കണ്ടില്ലേ ഗായ്സ്, ഇതാണ് നമ്മളെ ചന്തയിലത്തെ കച്ചവടം കേട്ടോ. ഇന്നത് കുടിച്ചണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പോരാന്ന് പറയുന്നുണ്ട്. യഥാർത്ഥ ഞാൻ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു പോത്തും കൂടി ഉണ്ട്. അപ്പൊ അത് ഇതിന് ഇത്രക്ക് വിറ്റ് അതിന് അത്ര വിലക്ക് നമുക്ക് വെക്കാൻ പറ്റൂല എന്നൊക്കെയാണ് പറഞ്ഞത്. ചെറിയ കുട്ടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഏതാന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അതിൽപ്പെട്ട ഏതെങ്കിലും ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. അവിടെ ഒരു 2 കുട്ടികൾ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഏകദേശം ടയറ് ലൂസാക്കി ആ കയറൊക്കെ കൊടുത്ത്. അപ്പൊ ഏകദേശം തീരുമാനമായിരിക്കും കേട്ടോ കച്ചവടം.
ആ കൊള്ളിയൊക്കെ എറിയുന്നത് കേട്ടോ. കണ്ണച്ചോടം നിർത്തുന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ അത് ഏകദേശം തീരുമാനിക്കുന്നത് വലിച്ചു കൊണ്ടുവന്നു. അപ്പൊ അതാ തീരുമാനമായി. എന്താ പോത്തിന് മേലക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് പോത്ത് കേട്ടോ. അത് കൊണ്ടുപോയി ആവും. ആ മുതലാണ്. ഏകദേശം തീരുമാനമായിരിക്കും നമ്മൾ ഈ വീഡിയോ അതിൻ്റെ ചെയ്യാണ് ഗൈസ്. അപ്പൊ ഏതായാലും മാക്സിമം എല്ലാവരും കാണാം.